ഹലോ ഫ്രണ്ട്സ് അവർക്ക് പറഞ്ഞാലേ കേൾക്കില്ല കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, ഇന്നാണെങ്കിൽ ഉണ്ടല്ലോ ഒരു ചെറിയ Q&A പോലത്തെ ഒരു സംഭവം നമ്മൾ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ ഇനി രണ്ട് ചേച്ചിമാരെ അപ്പുറം എപ്പോഴും വിളിച്ചിട്ടുണ്ട്. അവർക്ക് എന്നെ പറ്റി എന്തൊക്കെ അറിയാമെന്ന് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ്, അധികം ഒന്നുമില്ല കേട്ടോ, ചോദിക്കാൻ പോവാട്ടോ. അവർ പറയുമെന്ന് എനിക്കറിയാം. അപ്പൊ രണ്ടുപേരും ഒന്ന് പരിചയപ്പെടുത്താം. ഇതെന്റെ മൂത്ത ചേച്ചി നീതു, രണ്ടാമത്തെ ചേച്ചി ഗീതു, അക്കൊന്ന് വിളിക്കും. അവർ രണ്ടുപേരും എന്ത് ചെയ്യാ? നഴ്സുമാരാണ്. ഇവിടെ MOH വർക്ക് ചെയ്യാണ് കേട്ടോ രണ്ട് ചേച്ചിമാരും. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് ഇങ്ങനെ കിടക്കാം. ഓക്കെ ഓക്കെ. ആദ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താ? 1991 ഓഗസ്റ്റ് 11. ചുമ്മാ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു, കാരണം ഇവർക്ക് അറിയാതെ ഞാൻ വിചാരിച്ചു. അതല്ല, എല്ലാരും പറഞ്ഞല്ല. എന്തായാലും ഓക്കെ, അക്കു കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഓഗസ്റ്റ് ഇയർ മാറിപ്പോയി, പക്ഷെ ബാക്കി മന്ത് ഒക്കെ കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, എന്റെ ഫേവറേറ്റ് കളർ കോമ്പിനേഷൻ ഡ്രസ് എന്താ? എനിക്ക് ഡ്രസ് ഇടുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളർ ഏതാ? പിങ്ക്, ബ്ലാക്ക്. രണ്ടുപേരും തെറ്റിച്ചു ഗൈസ്. എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ കോമ്പിനേഷൻ ഗ്രീനും യെല്ലോയും ഗ്രീനും കോമ്പിനേഷൻ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. ഇവർ രണ്ടും അറിയില്ലായിരുന്നല്ലേ? അതൊക്കെ ഉണ്ട്. പിന്നെയാണെങ്കില വീട്ടിലിരുന്ന എന്റെ ഫേവറേറ്റ് ഫുഡ് എന്നതാ? ചോറും മീൻകറി. അതൊക്കെ പിന്നെയാണെങ്കിലുണ്ടല്ലോ എനിക്ക് ഇഷ്ടം, എനിക്ക് ഒരു ഡ്രീം പ്ലേസ് ഉണ്ടല്ലോ പോവാനായിട്ട് ഇഷ്ടമുള്ള ഒരു സ്ഥലം കുണുമണാലി. ഇതൊക്കെ അറിയായിരുന്നു അവർക്ക്. ഓ മൈ ഗാഡ്, ശരി, ഞാനൊട്ടും പ്രതീക്ഷയില്ല കേട്ടോ. പിന്നെയാണെങ്കിൽ എന്റെ ഫേവറേറ്റ് ആക്ടർ ആരാ? കുഞ്ചാക്കോ. പഴയ ഏതോ ആക്ടർ. പഴയ ആക്ടറാണ് എന്നുവെച്ചാ അത് ഇപ്പോഴും അങ്ങനെയല്ല. കുഞ്ചാക്കോൻ സ്റ്റിൽ വർക്കിംഗ് അല്ല, ഇയാളും ഇദ്ദേഹവും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഭയങ്കര ഗ്ലാമർ അങ്ങനെയൊന്നുമല്ല. അല്ല, അവരുടെ സമയത്തുള്ളതാണോ? അല്ല, ആളുടെ സിനിമ കാണാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനത്തെ ആൾക്കാരുടെ മക്കളൊക്കെ ശ്രീനിവാസൻ സാറിനെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. പിന്നെയാണെങ്കിൽ പിന്നെയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാരാ? പപ്പ. കൈ പൊക്കണായിരുന്നു കേട്ടോ. അപ്പൊ കൂടുതൽ മാർക്ക് ഇവളല്ലേ സ്കോർ ചെയ്യണം. അപ്പടി ഞാനും പറയുന്നുണ്ടല്ലോ, ആന്ന് പറയരുത്, കൈ പൊക്കി ആദ്യം ആൻസർ പറയണം കേട്ടോ. ഓക്കെ, പിന്നെ എന്താണ് എനിക്ക് ഓക്കെ ഇനി രണ്ടുപേരോടും ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ പോകാം. ഓക്കെ, ആരാദ്യം പറയുന്നില്ല. എൻ്റെ ഒരു 5 പോസിറ്റീവ് പറഞ്ഞേ. നെഗറ്റീവ് പോസിറ്റീവായിട്ട് ഞങ്ങളൊന്നും കാണാറില്ല. എന്നാലും ചുമ്മാ പറഞ്ഞോ. പോസിറ്റീവായിട്ട് ഞങ്ങൾക്ക് ഇല്ലാത്ത കൊതുകത്തില്ല. എല്ലാവർക്കും കൊതിയുത്തരം എന്താന്ന് മനസ്സിലാകത്തില്ലായിരിക്കും. ചെറുതായിട്ട് പെട്ടെന്ന് വാശി പിടിച്ചതിന് കുറച്ചേരം വഴക്കിട്ടൊക്കെ ഇരിക്കാൻ പറയും. എനിക്ക് വഴക്കിട്ട് വിട്ടു അതൊക്കെ ഇരിക്കും, പക്ഷെ പുറമെ കാണിക്കാറുണ്ടോ? പിന്നെ ഞാൻ അങ്ങനെ ബുദ്ധിമുട്ടാറുണ്ട്. ഇല്ല, മനസ്സിലുണ്ടാവും, പക്ഷെ അങ്ങനെ കൊതുകുത്തി മാറി നിൽക്കുന്ന പരിപാടി അതൊന്നുമില്ല. വിളിക്കാറ്റി അഡ്ജസ്റ്റ് ഞാൻ ഇപ്പോഴാണ് അറിയില്ല. അടുത്ത പോട്ടെ, അടുത്ത പറയും. 5 കാര്യമൊക്കെ ഉണ്ടോ പോസിറ്റീവ്? എല്ലാ നെഗറ്റീവ് പറ. 5 നെഗറ്റീവ് പറ. ഏതെങ്കിലും നെഗറ്റീവ് പറ. നെഗറ്റീവ് ഇല്ല ഗൈസ്. നെഗറ്റീവ് നോക്കിയിരുന്ന് കഴിച്ചാൽ ഇവിടെ ഒന്നും തലത്തൊന്നുമില്ല. അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. കൊടുക്കുന്നില്ല, നമുക്ക് പരിപാടിയില്ല. മനസ്സിലായിട്ടില്ല. ചാനലിലാണ് സ്വന്തമായിട്ട് കഴിക്കുക. പണ്ട് തൊട്ട് അങ്ങനെ തന്നെയാണ്. എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഇത്രയുള്ള നെഗറ്റീവ്സ് മതി കേട്ടോ. താങ്ക് യു. ഇനി എന്തെങ്കിലും ചൈൽഡ്ഹുഡ് മെമ്മറീസ് എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഭയങ്കര മടിയാണ്. ഞങ്ങൾ ഒന്നിൽ തള്ളിക്ക് സ്കൂളിൽ ഞാനിവിടെ ഒരു സ്കൂളിലായിരുന്നു പഠിച്ചോണ്ടത്. ഞങ്ങള് വയസ്സിന് വലിയ വ്യത്യാസമില്ല. അതെ, അന്നേരമൊക്കെ ഇവർക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയായിരുന്നു. വീട്ടിൽ നിന്ന് തല്ലി കൊണ്ടുപോകുന്ന പറഞ്ഞ. അതുപോലെ തന്നെ അവിടെ ഒരു കടയുണ്ട്. ആ കടയുടെ അവിടെ ചെന്ന് കഴിയുമ്പോൾ പുള്ളിക്കാരത്തി സ്റ്റോപ്പാവും. പിന്നെ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ പുള്ളിക്കാരൻ അവിടെ തന്നെ വേണമെങ്കിൽ നിൽക്കും. അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു. ഇപ്പൊ അതിൽ നിന്നൊക്കെ ഒത്തിരി മാറ്റം. പള്ളിയിലൊക്കെ ഞാൻ കേട്ടോ പലഹാരമൊക്കെ മേടിച്ച് 2 അടിച്ച് വരേണ്ടി ഞാനാ പള്ളിയിൽ പോകാറ്. അതാണ് ചൈൽഡ്ഹുഡ്. ഓർത്തിരിക്കുന്ന കാര്യങ്ങളാട്ടോ ഞാനും ഓർത്തിരിക്കുന്നത്. ഞങ്ങളുടെ അമ്മ അങ്ങനെ പഠിക്കുന്നു. നമ്മുടെ അമ്മയ്ക്ക് അങ്ങനെ പള്ളി പോകുന്ന അമ്മയ്ക്ക് പള്ളിയോടെ പള്ളി അങ്ങനെ വല്ലപ്പോഴും പോകത്തുള്ളൂ. ഡെയിലി അങ്ങനെ എല്ലാ ഞായറാഴ്ച പോകുന്ന ഒരാളല്ല.
അപ്പൊ ഞങ്ങൾ ചേച്ചിയുടെ കൂടെയാണ് പൊക്കോണ്ടത്. ചേച്ചി ഞങ്ങളെ ഭയങ്കര എന്താ പറയാ ഭയങ്കര കെയറിംഗ് ഒക്കെ ആയിട്ട് ചേട്ടൻ നമ്മുടെ പള്ളി ഞങ്ങൾ യാക്കോബൈറ്റ്സ് ആണ്. അപ്പം പള്ളി കഴിയാൻ ഇച്ചിരി സമയം എടുക്കും. ആ ഒരു ഗ്യാപ്പിനുള്ളിൽ അപ്പൊ നമുക്ക് പ്രസംഗിക്കുന്ന സമയം ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ പുറത്തിരിക്കുമല്ലോ, അടുത്തിരിക്കാനും പുറത്തിരിക്കും. പുറത്തിരിക്കുന്ന സമയത്ത് ഇവർക്ക് ഭയങ്കര വിശപ്പാണ്. നമ്മൾ ഇരുന്ന് പലഹാരം കേട്ടുപോയിട്ട് ആ സമയങ്ങളിൽ ഇടവേളയിൽ ഇവർക്ക് ഫീഡ് ചെയ്യാം. കൂടെ ചിലപ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ടാവും. ഞാൻ കുറച്ച് മൂത്തോണ്ട് അതെല്ലാവരും നോക്കിയതും കഴിച്ചിട്ടുണ്ടാവില്ല, ആരും കാണാതെ. അതൊക്കെ ഒരു ഭയങ്കര മെമ്മറീസ്. അതുപോലെ പിന്നെ അമ്മയുടെ വീട്ടിൽ ബസ്സിൽ കയറ്റി കൊണ്ടുപോകുന്നത്. അമ്മയുടെ വീട് നേരത്തെ എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു, പിന്നെ കുറച്ചും കൂടെ ദൂരമായി. പിന്നെ തൊട്ടടുത്തായിട്ടുണ്ട്. അതിപ്പോ നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ്. ഇടക്കാലങ്ങളിൽ കുറച്ച് സമയങ്ങളിൽ മാറി നിൽക്കേണ്ടത് ബസ് ദൂരം ഉണ്ടായിരുന്നു. അപ്പൊ ഇവരെങ്ങനെ രണ്ടുപേരെങ്കിലും ബസ്സിൽ കയറി ടിക്കറ്റ് ഒക്കെ എടുത്ത് പോകാന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് എനിക്കറിയില്ല, ഫോണോ മൊബൈലൊന്നുമില്ല നമ്മുടെ കയ്യില്. പിന്നെ പിള്ളേരുടെ കയ്യിലൊക്കെ ഫോണും കാര്യങ്ങളും. ആദ്യമായിട്ട് ഷേക്ക് കുടിക്കാൻ പോയത് ഷേക്ക് കുടിക്കുമ്പോ അതേ ഓർക്കുന്നില്ല. ആദ്യം കാണിച്ച് ഞങ്ങൾക്ക് പേരറിയില്ലായിരുന്നു. അപ്പുറത്തിരിക്കുന്ന ആള് കഴിക്കുന്ന കാണിച്ചിട്ട് ആ സാധനം വേണമെന്നും പറഞ്ഞിട്ട് അത് ഇവള് ആദ്യമായിട്ട് കൊണ്ടുപോയത്. പിന്നെ ഇവള് നഴ്സിംഗിന് പോയതിനു ശേഷം പിന്നെ ഞങ്ങൾ രണ്ട് തന്നെയായിരുന്ന സമയത്ത് ഒട്ടുപാലൊക്കെ പറക്കി കൊടുത്ത് അത് ഞങ്ങൾ വീട്ടിലത് റബ്ബർ വെട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒട്ടുപാലൊക്കെ കൊണ്ട് ഞങ്ങൾ കടയിൽ വിറ്റതിന് ശേഷം പൈസ ഇങ്ങനെ ഞങ്ങൾ ഷേക്ക് കഴിക്കുമ്പോ അപ്പോഴത്തേക്ക് ഇവള് പഠിക്കാൻ പോയായിരുന്നു. എന്റെ ഞാനൊരു 8th ആയപ്പോഴേക്കും ഇവള് ഹോസ്റ്റലിലോട്ട് പോയി. അതെ, ഹോസ്റ്റലിലോട്ട് പോയി. പിന്നെ ഇവളും ഞാൻ 10th ക്ലാസ് വരെ ഇവളുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോ ഇവളും പോയി. പിന്നെ ഞാൻ തന്നെയായിരുന്നു ഷേക്ക് കുടിക്കാൻ പോകാറ്. തലമാറില്ല, കാരണം അത്ര മൊത്തത്തിൽ ഞാൻ കഴിക്കാറില്ല. കഴിച്ച അത്രയുള്ള കപ്പാസിറ്റി എനിക്കില്ല. ബാക്കി ആൾക്ക് കുടിക്കുമായിരുന്നു. ഇപ്പോഴും ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ പിന്നെയാണെങ്കിൽ വേറെ എന്നാ പറയാനുള്ളേ? നല്ല മെമ്മറീസ് ഇതൊക്കെ തന്നെയാണ്. പിന്നെ എന്റെ മുഖത്ത് എനിക്ക് ചെയ്യാൻ ഇഷ്ടമല്ലാത്ത കാര്യമില്ല. അതായത് മേക്കപ്പ് ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ ചെയ്യില്ലാത്തൊരു കാര്യമുണ്ട്. എന്താ? കണ്ണെഴുതില്ല. പിന്നെന്താ? പൊട്ട് തൊടാറില്ല. പൊട്ട് തൊടാറില്ല. ഞങ്ങൾ രണ്ടുപേരാണ്. ഞാൻ എല്ലാ ദിവസവും ഞാൻ പൊട്ടിന്റെ അഡിക്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. എന്റെ ചെറുപ്പത്തിൽ തൊട്ടതാണ്. പിന്നെ കല്യാണത്തിലുള്ള ഞാൻ തൊട്ടിട്ടില്ല. അത് ശ്രദ്ധിച്ചിട്ടില്ല ഇത്ര നാളായിട്ട്. ഞാൻ വല്ലപ്പോഴും പക്ഷെ ഡെയിലി ഞാൻ തൊടില്ല. പക്ഷെ ചില ദിവസങ്ങളിൽ ഞാൻ എല്ലാ ദിവസവും തൊടും. എന്നും എഴുതില്ല, തോന്നി. പിന്നെ എന്റെ വലിയ ഡ്രീം ഉണ്ട്. ആ ഡ്രീം എന്താന്ന് നിങ്ങൾക്ക് അറിയാമോ? വലിയൊരു യൂട്യൂബർ ആവണമെന്നാണ് അവളുടെ ആഗ്രഹം. അല്ലേ? പിന്നെ അതെ, എല്ലാരും അവളെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ മാത്രമാണ് ഇത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതെ. പിന്നെയാണെങ്കിൽ ഉണ്ടല്ലോ, ഇതിപ്പോ ചെറിയൊരു Q&A പോലത്തെ ഒരു സംഭവമായി പോയി. പക്ഷെ കുറച്ചും കൂടെ കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ഗ്രാൻഡ് ആയിട്ടുള്ള Q&A, കുറച്ച് അധികം ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരും കേട്ടോ. അപ്പൊ ജസ്റ്റ് ഇവരെ ഒന്ന് പരിചയപ്പെടുത്തി അത്രേ ഉള്ളൂ കേട്ടോ. ഇനി കുറെ ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാനൊക്കെ ഉണ്ട്. മക്കളെ ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് ഞങ്ങള് എല്ലാവരും ഒരു സ്ഥലത്താണ്. ദൈവത്തിന്റെ കൃപ കൊണ്ട് ഞങ്ങൾ 3 പേരും ഒരു രാജ്യത്താണ് വർക്ക് ചെയ്യുന്നത്. അതും 1 hour ഡിസ്റ്റൻസിലാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അത്രയൊക്കെയുള്ളു. അപ്പൊ ഇനി നമ്മൾ വലിയ ഞങ്ങൾ പുറത്തു പോകാൻ റെഡി ആയിട്ടിരിക്കട്ടോ. അല്ല കഴിച്ച് ഞങ്ങൾ വീട്ടിലിങ്ങനെ ഇരിക്കാറ്. അതായത് Q&Aക്ക് വേണ്ടിട്ട് റെഡി ആയതല്ല. ചേച്ചി കുറിച്ച് ചേച്ചി ഇൻസ്റ്റഗ്രാം വലിയ അതെ ഇൻഫ്ലുവൻസർ ആണ്. അതെ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇതിലും വലിയൊരു Q&A ഒക്കെ ആയിട്ട് വരില്ല നമ്മള് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ആൾക്കാർക്ക് ചോദിക്കാനെങ്കിൽ ചോദിക്കാം. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ട് നെക്സ്റ്റ് ടൈം നമ്മളത് ആൻസർ ചെയ്യുന്നതായിരിക്കും. അധികം ആൾക്കാരൊന്നും ഇല്ല നമുക്ക് സബ്സ്ക്രൈബേഴ്സ്. എന്നിരുന്നാൽ പോലും 1-2 പേര് ചോദിച്ചാലും നമ്മളത് ആൻസർ ചെയ്യുന്നതായിരിക്കും. അല്ലേ? മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതെ, സബ്സ്ക്രൈബ് ചെയ്യണം. അതെ, ബെൽ ബട്ടൺ അമർത്തണം. അതെ, ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.